ഇപ്പം ഒട്ടുമിക്ക എല്ലാവർക്കും വരുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് മുട്ടുവേദന, ജോയിന്റ് വേദന. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ പെട്ടെന്ന് കിതക്കുക, മുടി പൊട്ടിപ്പോകുക, അങ്ങനത്തെ കുറെ ഇഷ്യൂസ്, കൊളസ്ട്രോൾ ലെവൽ കൂടുക, ഇങ്ങനെയുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്കിപ്പോ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ജോയിന്റ് പെയിൻ ആണ്. എന്ന് വെച്ചാല് ചെറിയ ഏജിൽ തൊട്ട് തന്നെ നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് സ്റ്റെപ്പ് ഒക്കെ കയറുമ്പോൾ മടുക്കുക, കാലുവേദന എടുക്കുക, അങ്ങനെ ചെറിയ ഏജിൽ തൊട്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു സപ്ലിമെന്റിന്റെ കുറവ് കൊണ്ടാണ് ഇതൊക്കെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം ആ സപ്ലിമെന്റ് നമുക്ക് ഫുഡിലൂടെ അധികം കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അത് അധികം കഴിക്കാത്ത ഒരു സപ്ലിമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് എക്സ്റ്റേണലി സപ്ലിമെന്റ് ആയിട്ട് തന്നെ ഇത് കൊടുക്കണം. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിത് കുറെ കാലങ്ങളായിട്ട് എടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. അതിന്റെ എല്ലാ ബെനിഫിറ്റ്സും എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ്. ഇത് MB ഫിഷ് ഓയിൽ ആണ്, മസിൽ ബ്ലേസിന്റെ ഫിഷ് ഓയിൽ ആണ് ഇത്. അപ്പൊ നിങ്ങൾ ഇപ്പം ഒരുപാട് വീഡിയോസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഫിഷ് ഓയിലിന്റെ ബെനിഫിറ്റ്സുകൾ. ഇപ്പൊ ഫിഷ് ഓയിൽ എന്ന് വെച്ചാല് മെയിൻ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഫിഷിൽ നിന്നാണ്. അതായത് അയില, മത്തി, പിന്നെ സാൽമൺ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് മെയിൻ. വേറെയും ഫിഷസ് ഉണ്ട്, അപ്പൊ മെയിൻ ആയിട്ട് ഫിഷസ് നിന്നാണ് കിട്ടുന്നത്. അല്ലാതെ നമ്മുടെ നട്ട്സ്, വാൾനട്ട്സ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു ഫാറ്റി ആസിഡ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത് അധികം അങ്ങനെ കഴിക്കാറില്ല. അപ്പൊ നമ്മൾ അത് അത്ര കഴിച്ചാലും നമ്മുടെ ബോഡിക്ക് വേണ്ട അത്രയും ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊരു സപ്ലിമെന്റ് ആയിട്ട് എടുക്കുക തന്നെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മസിൽ ബ്ലേസിന്റെ ഫിഷ് ഓയില്. ഇത് മെയിൻ ആയിട്ടും നമ്മുടെ ഈ ജോയിന്റ് പെയിനുകള്, മസിൽ ഏക്സ്, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഇഷ്യൂസ്, പിന്നെ അതുപോലെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലില്ലേ, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് കേട്ടോ ഈ ഫിഷ് ഓയില്. അപ്പോ ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിതിപ്പോ ഡെയിലി 1 ടാബ്ലറ്റ് ആണ് കഴിക്കാറ്. ഇത് MB ഫിഷ് ഓയിലിന്റെ ആണ്. അപ്പൊ ഇതിനകത്ത് 60 ക്യാപ്സ്യൂൾസ് ആണ് വരുന്നത്. അപ്പം ഇതിനകത്ത് 60 ക്യാപ്സ്യൂൾസോളം വരുന്നുണ്ട്. ഇത് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. അപ്പൊ ആമസോണിൽ മേടിച്ചപ്പം 900 സംതിങ് ആയിരുന്നു ഇതിന്റെ റേറ്റ്. അപ്പൊ ഇതിന്റെ ഈ ഒരു ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കയറിയിട്ട് മേടിക്കാവുന്നതാണ്. പിന്നെ ഇത് ഞാൻ കഴിക്കുന്നത് ഇപ്പൊ ഡെയിലി ഞാൻ നൈറ്റിലാണ് കഴിക്കാറ്. രാത്രി എല്ലാം ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ നേരത്താണ് ഞാൻ ഇത് കഴിക്കാറ്. കാരണം എന്ന് വെച്ചാല് നമ്മളിത് കഴിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ എന്താ പറയാ, ഏമ്പക്കം വരുമ്പം നമുക്ക് ആ ഒരു ഫിഷിന്റെ ഒരു ടേസ്റ്റ് വരും. അപ്പൊ ആ ഒരു സ്മെല്ല് ഒക്കെ നമ്മൾ കിടക്കുമ്പോ ആണെങ്കിൽ വലിയ സീനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കിടക്കുമ്പോഴാണ് ഈ ഒരു സപ്ലിമെന്റ് എടുക്കാറ്. അതുപോലെ തന്നെ ഇത് ഒരെണ്ണം വെച്ചിട്ട് എടുത്താൽ മതി, കുഴപ്പമില്ല. പിന്നെ നിങ്ങളിപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺസ് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് വുമൺസ്, ഫിഷ് അലർജി ആയിട്ടുള്ള, ഫിഷും സീ ഫുഡ്സ് ഒക്കെ അങ്ങനത്തെയൊക്കെ അലർജി ആയിട്ടുള്ള ഒരു എന്തായാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അല്ലാതെ കുഴപ്പമില്ല, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഇത്. അപ്പം ഇത് ഇപ്പൊ ഞാൻ എടുത്തപ്പോ എനിക്ക് ഉണ്ടായത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാല്, ഞാനിപ്പം ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ഈ മസിൽ പെയിനും പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ഫിഷ് ഓയില്. നമ്മുടെ ആ ജോയിന്റ് പെയിനും എല്ലാം നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനാണെങ്കിൽ, നമ്മുടെ മുഖത്ത് ഇപ്പം ഇൻഫ്ലമേഷൻസ്, ആക്നെ പ്രോബ്ലംസ്, ഇതെല്ലാം മാറ്റാൻ ഹെൽപ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ഫിഷ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ ആരെങ്കിലും ഈ ഫിഷ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം. അതുപോലെ നിങ്ങൾക്ക് ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.